യോ വാട്ട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് നൈറ്റ് 4 മണിയായി. നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയൊരു അതിഥി വന്നു. അതിഥിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ നമ്മുടെ മൂന്ന് കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ച സമയത്ത് മാത്രമേ ചൊവ്വാഴ്ച സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അതിഥിയെ കാണിച്ചു തരാം. 3, 2, 1 ദേ നോക്ക്, നമ്മുടെ അതിഥി ഷിൻചാൻ അതിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഷിൻചാനെ കാവൽ നിർത്തിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ ഫുള്ള് പ്രൊട്ടക്ഷനുള്ള ജയിലാണ്. പിന്നെ ഇനി നമുക്ക് ഇവനെ വെച്ചിട്ട് കുറേ പരിപാടികളുണ്ട്. അല്ലേ, പരിപാടിയൊന്നുമില്ല, അങ്ങനെ തന്നെ ഇവനെ ഇനി ഈ ലോകത്ത് ഒരിക്കലും വരാത്ത രീതിക്ക് നമ്മളിനി ആക്കും. അപ്പോൾ ഒപ്പി ഗൈസ് എന്ന വീഡിയോ എത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ രാത്രിയുള്ള വ്യൂ. കുറേ പേര് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. പിന്നെ അവിടെ റെഡ് കളർ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, ഫ്ലാറ്റ്, അതാണ്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ബുഗാട്ടിയിൽ രാവിലെ പോകാം ഗൈസ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് പൊക്കത്ത് കയറി നമ്മുടെ മാനത്ത് നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിരിക്കാം. ചന്ദ്രൻ നോക്കുള്ള പൊക്കത്ത് നിന്ന് നല്ല വ്യൂ ആണ് നമ്മുടെ വീട്ടിൽ നിന്ന്. പിന്നെ ഇത് ഞാൻ ചുമ്മാ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ. പിന്നെ നമുക്ക് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി ഇതാവും, അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ GTA 5 വീഡിയോസിന് നമ്മുടെ കുറേ വരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ വുബ്ലി ലൈഫും കൂടെ നമ്മൾ കളിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അനന്തർ വല്ല ഗെയിംസിൻ്റെയും പേരറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് വയ്ക്കി. ഓക്കെ, കമൻറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും ഗെയ്സ്. ആ ഗെയിമൊക്കെ നമ്മൾ കളിക്കാം. അപ്പോൾ ഫ്ലെക്സിറ്റി കളിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. പെന്നിവേഴ്സ് അകത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോടെ പെന്നിവേഴ്സ് പറയുന്നത്? ഇംഗ്ലീഷാ ഫ്രാങ്ക്ലിൻ മൈക്ക്. ഈ ഇംഗ്ലീഷൊക്കെ ഇത് ഇയാൾ പറയണേ ഡാൻസിങ് ക്ലൗൺ എന്നൊക്കെ പറയണത്. ഫ്രാങ്ക്ലിൻ മൈക്ക് തന്നെ കേട്ട് നോക്കുക ആദ്യം. കണ്ട ഈ സൗണ്ടൊക്കെ കേട്ടാ എനിക്ക് പേടിയാണ് ഫ്രാങ്ക്ലിൻ മൈക്ക്. ഇയാൾ മലയാളിയാണ്, പക്ഷേ ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇയാൾ മലയാളിയാണ് ഗൈസ്, പക്ഷേ ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊന്നും എനിക്കിതുവരെ അറിഞ്ഞൂടെ. കുറേ നേരം കൊണ്ട് അകത്തുനിന്ന് ഡാൻസിങ് ക്ലൗൺ എന്നൊക്കെ പറയും. റോട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ചുമ്മാ ബലൂണും പൊളിപ്പിച്ചോണ്ട് പിള്ളേരെ പേടിപ്പിക്കാറിയതല്ലേടാ. നീ എന്തിനാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കണത്? അത് പറയടാ ആദ്യം. എന്താ? പിന്നെ നീ പിള്ളേരെ പിടിച്ച് തിന്നെയല്ലേ, നിന്റെ വായിലിരിപ്പുണ്ടല്ലോ പിള്ളേരുടെ ചോര. ഗൈസ്, അപ്പോൾ ഇന്ന് ഇവനെ പുറത്തിറങ്ങാൻ നമുക്ക് പ്ലാൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം മുമ്പ് കുറേ പിള്ളേരെ തിന്നിട്ടുണ്ട്, കുറേ പിള്ളേർ ജീവനോടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ ബേസൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ അവൻ്റെ ബേസിലോട്ട് പോയി കണ്ടുപിടിക്കണം. ഇവന് ഇതൊരു മലയുടെ പൊക്കത്ത് നമ്മുടെ ഇതുണ്ട്. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ GTA 5 അവൻ്റെ ഇത് കളിച്ചില്ലേ, നമ്മുടെ 99 ഫോർട്സിലെ ഫോറസ്റ്റിലെ ഡിയറിനെ കുറിച്ച് നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ് കളിച്ചില്ലേ. ആ വീട്ടിൽ ഇവനെ കുറേ പിള്ളേരെ കൊണ്ടുവച്ചിട്ടുണ്ട്, തിന്നിട്ടുമുണ്ട്. പക്ഷെ ജീവനോടെ ഉള്ളവർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവനെന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഷിൻചാൻ എന്ത് പറയാനാ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രാത്രി യാത്രയില്ല. എന്തായാലും ഗുഡ് നൈറ്റ്. നീ കിടന്നുറങ്ങിക്കോ. കയ്യിൽ വെപ്പൺസൊക്കെ ഉണ്ടല്ലോ, അതല്ലേ സൂക്ഷിച്ചു പോയോ. വല്ലവനും വല്ലതും ഓടണമെങ്കിൽ നീ അങ്ങ് വെയിറ്റ് വെച്ചോ. എന്തായാലും ഓടൂല നീ, അതുകൊണ്ട് കുറച്ച് നേരം TV കണ്ടോ. രാത്രിയല്ലേ, നിനക്ക് പിന്നെ മോട്ടു പക്ലു ഇഷ്ടമായതുകൊണ്ട് അതിരുന്ന് കണ്ടോ. മോട്ടു പക്ലു ഉണ്ട്. പിന്നെ ഞാനിവിടെ ആയതുകൊണ്ട് ഷിൻചാന്റെ കാർട്ടൂണിലെ ഹീമാവാരി മാത്രമേ ഉള്ളൂ. അത് നന്നായി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷിൻചാൻ്റെ ചാനലായ ഷിൻചാൻ എക്സ് എന്നൊരു സാധനമുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് അടിച്ച് നോക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഷിൻചാൻ്റെ കുറേ ഷോർട്സ് ഉണ്ട്, വീഡിയോസ് അങ്ങനെ കുറേ ഇല്ല. അപ്പോൾ ഷോർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ചാനലാണ്. അപ്പോൾ ചാനൽ തുടങ്ങണമെങ്കിൽ എല്ലാവരും യെസ് എന്ന് കമൻറ്റ് ചെയ്യും. അത് വേറെ ഗെയിംസ് വല്ലതും അറിയാമെങ്കിൽ ഗെയിംസിൻ്റെ പേരും കമൻറ്റ് ചെയ്യും. അപ്പോൾ രാവിലെ 6 മണിയും കണ്ടു ആയി. ഇപ്പോൾ നേരം പുലർന്നിട്ടുണ്ട്. നമുക്ക് നേരെ അവൻ്റെ മറ്റേ ബേസിലോട്ട് പോവാം. അപ്പോൾ എല്ലാ ചങ്ങുമാച്ചാനന്മാരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളെപ്പോഴും 3:30 തന്നെ വീഡിയോ ഇടുന്ന കാരണം എല്ലാ പിള്ളേരും സ്കൂളിൽ പോയിട്ട് വരുന്ന കുറേ നേരം എടുക്കും. പിന്നെ തേഴ്സ്ഡേ ഒക്കെ ഞാൻ ഫ്രീ ആണ് ഗൈസ്. തേഴ്സ്ഡേ എന്താണ് എൻ്റെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് കുറേ ഒരു അടിമാലിയിൽ. ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ സമയത്തിരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഞാൻ തേഴ്സ്ഡേ ഫ്രീ ആയിരിക്കും. എന്നും പറഞ്ഞ് സമയം മാറ്റമൊന്നുമില്ല. നമ്മൾ എന്നത്തെ പോലെ 3:30 തന്നെ വീഡിയോ ഇടുള്ളൂ. ഞാൻ തേഴ്സ്ഡേയും ഫ്രൈഡേയും ഫ്രീ ആണ്. നാളെയും കൂടെ സ്കൂളിൽ പോയാൽ മതി ഗൈസ്. പിന്നെ ഇനി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്രാം ക്ലാസ്സിലായി? നിങ്ങൾക്ക് എക്സാമൊക്കെ തുടങ്ങിയോ? എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എക്സാം തുടങ്ങിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ അടിക്കൂ. അല്ലെങ്കിൽ എക്സാം തുടങ്ങിയില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അങ്ങ് അടിച്ചേക്ക്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ ഗൈസ് എന്ത് പറയാനാണ്, ഞാനാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ മുമ്പ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വല്ല ഗെയിം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമുക്ക് അടുത്ത പ്രാവശ്യം ആ ഗെയിം ഒന്ന് ട്രൈ ചെയ്തേക്കാം. പിന്നെ നമുക്ക് ലൈവ് സ്ട്രീമൊക്കെ ഇടാൻ നമ്മുടെ ഫ്ലെക്സിറ്റിയിലാണെങ്കിൽ ലൈവ് സ്ട്രീം ഏകദേശം നമ്മൾ ഇടാൻ പോണേ. അപ്പോൾ ഫ്ലെക്സിറ്റിയിൽ വല്ല കൂട്ടുകാരും കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്ലെക്സിറ്റിയിലെ എൻ്റെ പേരായ തണ്ടർ ഗെയിമിങ് എടുത്ത് വയ്ക്കൂ. തണ്ടർ ഗെയിമിങ് എന്നാണ് പേര്. സ്മോൾ ലെറ്റർ അടിച്ചാൽ മതി, ഫുള്ള് സ്മോളാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ കൂടെ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഈ മലയാണ്. ഇവിടെയാണ് നമ്മുടെ ഗീന്ദ്രാപ്പിസ്റ്റിനെ 99 നൈറ്റ്സ് കളിച്ച്. പിന്നെ ഗീന്ദ്രാപ്പിസ്റ്റിനെ ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ അടുത്തും പറയട്ടോ അല്ലെ ഗെയിമിൻ്റെ ലിങ്ക് ഇതൊക്കെ അയച്ചെടുക്കുക. ഇത് റെയിൻബോ ഉണ്ടോ അവിടെ, സീൻ കേട്ടോ. റെയിൻബോ മഴ പെയ്യണമെങ്കിൽ റെയിൻബോ വരും ഇവിടെ. ക്ലിയർ വ്യൂ ആയിരിക്കും. ഓടാ വൈബ് ഇട്ടാ. ഇപ്പോൾ പോയേനെ, വൈബ് വേണ്ടായിരുന്നു. ഈ റെയിൻബോയുടെ തുടക്കം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് ഡോറാബുജിയിലൊക്കെ ഏതൊരു ഇതിൻ്റെ അകത്തു നിന്ന് വരണില്ലേ, ഏതൊരു പോട്ടിൻ്റെ അകത്തു നിന്ന് അങ്ങോട്ടോ റെയിൻബോ വരണേ. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരണത് റെയിൻബോ എന്ന് പറയുമ്പോൾ. പിന്നെ യൂണിക്കോണൊക്കെ ഓർമ്മ വരും. പണ്ട് എൻ്റെ അനിയത്തിയിരുന്ന് കാണുന്നുണ്ടായിരുന്നു മറ്റേ യൂണിക്കോണിൻ്റെ അതൊക്കെ കാണും. പിന്നെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. കൂടെ മാന്നെ ഇടിച്ചടാ, ചുമ്മാ ചാടിയതുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇടിച്ചെന്ന് വണ്ടി പോയി. എടാ ഈ വണ്ടിക്ക് അധികം ഇങ്ങനത്തെ ഇതൊന്നുമില്ല, ഒരിതില്ല, ബിൽഡ് ക്വാളിറ്റി ഇല്ല എൻ്റെ വണ്ടിക്ക്. ഇത് റിയൽ ലൈഫ് പോലെയാണ് അതിൻ്റെ ഒച്ചയും. പക്ഷേ എൻ്റെ സൗണ്ട് കണക്റ്റഡ് അല്ല. ഞാൻ മറ്റേ ഇതിൻ്റെ അകത്തും പറഞ്ഞ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ ഇതിൻ്റെ അകത്ത് വോയിസിൻ്റെ അതില്ലാന്ന്. വോയിസ് ഉണ്ട് ഗൈസ്, മൈക്രോഫോണിൽ കിട്ടും. പക്ഷെ എൻ്റെ സ്പീക്കർ ഹെഡ്ഫോണുമായിട്ടാണ് കണക്ട്. എനിക്ക് ഹെഡ്ഫോൺ ഇട്ടിട്ട് കളിക്കാൻ പറ്റില്ല, അതാണ് ഈ കുഴപ്പം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലിയറായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്താണെന്ന് ഇവർ പറയണതൊക്കെ. ഇപ്പോൾ വല്ല മിഷൻസും കംപ്ലീറ്റ് ചെയ്യണം അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. ഇതാണ് അവൻ്റെ വീട്. അപ്പോൾ എന്താ പറയുക ഗെയ്സ്, നമുക്കിത് എൻ്റെ വീടിൻ്റെ അകത്ത് കയറി എൻ്റെ ബുഗാട്ടി തോമൂണ്. പേടിക്കണ്ട, ഞാനപ്പുറത്തെ പറക്കുന്നീ കാണും. ഓക്കെ, ഇപ്പോൾ 7 മിനിറ്റ് ആയി വീഡിയോ. ഇത് പഴയ മച്ചൂസ്, ഇതാണ് അവൻ്റെ വീട്. പൊക്കത്ത് മറ്റേ സാധനമുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്, അവോലി അല്ല, അവോലി അല്ലല്ലോ, ആലിവി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്ത് എങ്ങാണ്ടോ ആണ് ആരോ. അകത്തുനിന്നൊരു കൊച്ചിൻ്റെ ഒച്ചയിലാണ് കേൾക്കണേ. എന്താ പറ്റിയേ, രോഗത്തുണ്ട് കേട്ടോ. രണ്ട് പിള്ളേരാ, ജാക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അറിയില്ലടാ ടോണി, എന്താന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ പെന്നിവൈസ് നമ്മളെ കൊല്ലാൻ വേണ്ടി സാധനം എടുക്കാൻ പോയതായിരിക്കും. എനിക്ക് പേടിയാവുന്നടാ ടോണി. അയ്യോമാര് പറയണ ജാക്കും ടോണിയോ, എനിക്കറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും എൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടവർ എപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേക്ക്. ഇത് എന്തായാലും നമുക്ക് ലെങ്തി കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് 10 മിനിറ്റ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ ഗൈസ്. ഇന്ന് നൈറ്റ് തുടങ്ങിയ പരിപാടി നമ്മളിപ്പോൾ തന്നെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയാനാ, നമ്മളാണെങ്കിൽ ഇതാ ഇപ്പോൾ നമ്മളെ 2ാമത്തെ ബേസിലെത്തിയിട്ടുണ്ട്. അവൻ്റെ അതായത് ഇവിടെ രാത്രി ഇവിടെ ഉണ്ട് ഇവൻ്റെ ബേസ്. നമ്മളെ വെള്ളമൊക്കെ ഉള്ള ആ സംഭവം അവിടെ കുറേ ഇവന്മാരുണ്ട്. ഇവന്മാരെ പോലത്തെ മറ്റേ അഫക്റ്റഡ് ആയ പീപ്പിൾസ്, ഇങ്ങനെ അവനെ പോലെ സോംബി മൈൻഡ് ഇങ്ങനത്തെ. ഇവിടെ അകത്തൊന്നുമില്ല കേസ്. ഇപ്പോൾ എല്ലാ അവന്മാരെയും വിളിച്ച് നമുക്ക് അങ്ങ് വെടി വയ്ക്കാം. അങ്ങനെ എല്ലാത്തിനെയും കൊന്ന് കേസ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാത്തിനെയും കൊന്ന് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഇവിടുത്തെ എല്ലാമാരും തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാറിൻ്റെ ഡോറ് തുറന്നിരിക്കാന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം വീടെത്തി. ഏകദേശം അല്ല, ഫുള്ള് വീടെത്തി. നമ്മുടെ ബുഗാട്ടി എത്ര ഇഷ്ടപ്പെടുന്ന അറിയാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഇപ്പോൾ നമ്മുടെ വീടെത്തി. പിന്നെ വേസ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പോൾ ഹോബി കൺസേൺ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ
എല്ലാ കൂട്ടുകാരും ബൈ ഗൈസ്. തുറന്നു വിടറാ, എന്താടാ ഫ്രണ്ട്ലൈന് ഇങ്ങനെയായി പോകുന്നത്? എന്നെ തുറന്നു വിടറാ ബ്ലഡി ഫൂള്. മോർണിംഗ് ആയി, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പെന്നിവേസിൻ്റെ അടുത്ത് കോംപ്രമൈസ് ഒക്കെ ആയി പെന്നിവേസിൻ്റെ എല്ലാവരും കൊന്നത് കൊണ്ട് തന്നെ അവനെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇവനെ വീട്ടിൽ കൊണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇവനെ വീട്ടിൽ കൊണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് കാണാത്തവർ താഴെ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.